ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. രജനികാന്തിന്റെ അടുത്തതായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുന്ന വൻ തമിഴ് സിനിമയാണല്ലോ കൂലി. ഓഗസ്റ്റ് 14-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തുന്ന ലോകേഷിന്റെ രജനി ഉൾപ്പെടെ വൻ താരനിര ഭാഗമാകുന്ന സിനിമയുടെ അപ്ഡേറ്റുകൾ ഈ വീക്കെൻഡോടെ വന്നു തുടങ്ങുകയാണ്. ഫസ്റ്റ് സിംഗിൾ ഈ ആഴ്ച പുറത്തുവരുമെന്നൊരു റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കാത്തിരിക്കാം സിനിമയുടെ ഒഫീഷ്യൽ അപ്ഡേറ്റുകൾ കേട്ട്. ഈ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയപ്പോഴും OTT-യിൽ റിലീസ് ചെയ്തപ്പോഴും നല്ല അഭിപ്രായങ്ങൾ ലഭ്യമായ ഒരു മലയാളം സിനിമയാണല്ലോ പടക്കളം. സിനിമയ്ക്ക് രണ്ടാം ഭാഗം ഉണ്ടാകില്ല എന്ന് സിനിമയുടെ ടൈലൻഡിൽ തന്നെ സിനിമ പറയുന്നുണ്ട്. എങ്കിൽ പോലും വിജയ് ബാബുവിനോട് ഇപ്പോഴും ഒരുപാട് പേർ പടക്കളം 2 ഉണ്ടാകുമോ എന്നൊരു ചോദ്യവുമായിട്ട് എത്താറുണ്ട്. ഇപ്പോഴത്തെ അദ്ദേഹം വ്യക്തമായിട്ട് ഉത്തരം നൽകിയിരിക്കുകയാണ്. പടക്കളം എന്ന സിനിമയ്ക്ക് രണ്ടാം ഭാഗം ഉണ്ടാകില്ല. എന്നാൽ സിനിമയിലെ ക്യാരക്ടേഴ്സ് ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ പുതിയ സിനിമകളിൽ യൂണിവേഴ്സ് സിനിമകളിൽ ഭാഗമാകുമെന്നാണ് നിർമ്മാതാവ് കൺഫേം ചെയ്തിരിക്കുന്നത്. ആട് 3-ൽ തന്നെ ഷറഫുദ്ദീൻ ഭാഗമാണ് എന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകളുണ്ട്. കുബേര മറ്റന്നാൾ ജൂൺ 20-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തുന്ന തമിഴ് സിനിമയാണല്ലോ. ചിത്രത്തിന്റെ കേരള ബുക്കിംഗ് ആരംഭിക്കപ്പെട്ടിരിക്കുന്നു. കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലടക്കം സിനിമയുടെ ബുക്കിംഗ് എല്ലാം തന്നെ ആരംഭിക്കപ്പെട്ടിരിക്കുകയാണ്. കാത്തിരിക്കാം സിനിമയുടെ തിയേറ്റർ റിലീസിനായിട്ട്. ഈ വർഷം ഹോളിവുഡിൽ നിന്നും ക്രിസ്മസ് റിലീസ് പ്രഖ്യാപിച്ചു കഴിഞ്ഞ സിനിമകളിൽ ഒന്നാണല്ലോ ആസിഫിന്റെ വലിയ സിനിമ കൂടിയായി ടിക്കറ്റാക്ക. ഇപ്പോഴത്തെ സിനിമയുടെ ഷൂട്ടിങ്ങിനെ കുറിച്ചുള്ള ലൊക്കേഷൻസിനെ കുറിച്ചുള്ള അപ്ഡേറ്റുകൾ പുറത്തു വരുമ്പോൾ ഇനി 60-ൽ പരം ദിവസത്തെ ഷൂട്ട് മാത്രം സിനിമയ്ക്ക് ബാക്കിയുണ്ട്. കൊച്ചി, കോഴിക്കോട്, പാലക്കാട്, തമിഴ്നാട് എന്നിവിടങ്ങളിൽ ചിത്രീകരിക്കുന്ന സിനിമ സെപ്റ്റംബർ മാസത്തോടെ പാക്കപ്പ് ആകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തമിഴിലെ വിജയ സിനിമകളിൽ ഒന്നായ ഗുഡ് നൈറ്റിന്റെ സംവിധായകൻ വിനായക് ചന്ദ്രശേഖരനും ശിവകാർത്തികേയനും ഒരുമിക്കുന്ന സിനിമയിൽ നമ്മുടെ മലയാളത്തിന്റെ ലാലേട്ടൻ അഭിനയിക്കുന്നു. അതല്ലെങ്കിൽ ശിവകാർത്തികേയൻ ലാലേട്ടൻ കോംബോ ഒരുമിക്കുന്ന ഒരു സിനിമ വരുന്നു തുടങ്ങിയ റൂമേഴ്സ് പ്രചരിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളുകളായി. ഇപ്പോഴത്തെ പാഷൻ സ്റ്റുഡിയോസ് നിർമ്മിക്കുന്ന ഈ ചിത്രത്തിൽ ലാലേട്ടനെ കൊണ്ടുവരാനുള്ള ചർച്ചകൾ ശക്തമായിട്ട് നടക്കുന്നുണ്ട്. ചിത്രം ഒരു എന്റർടൈനർ സിനിമയാണ് എന്നാണ് റിപ്പോർട്ട്. എന്നാൽ ലാലേട്ടൻ ഉണ്ട് എന്ന് ഉറപ്പിക്കാൻ സമയമായിട്ടില്ല എന്നാണ് മറ്റൊരു പ്രധാന റിപ്പോർട്ട്. നേരത്തെ AR മുരുകാദോസിന്റെ ശിവകാർത്തികേയൻ സിനിമയിലും ലാലേട്ടനെ കൊണ്ടുവരാനായിട്ട് പ്ലാൻസ് ഉണ്ടായിരുന്നു. എന്നാൽ അന്നത് നടന്നില്ല. ഇപ്പോൾ ഈ സിനിമയിൽ SK ലാലേട്ടൻ കോംബോ ഒരുമിക്കുമോ എന്നത് കണ്ടറിയാം.